ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടൊരു സ്പെഷ്യൽ റോസ്റ്റഡ് മസാലയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ ചിക്കൻ സ്പെഷ്യൽ റോസ്റ്റഡ് മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 1 kg ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നോർമൽ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി ഒന്നുമല്ല, നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ചിക്കന് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 30 മിനിറ്റ്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട കുറച്ച് മസാലകൾ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മസാലകൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കായ, ഒരു 3 ചെറിയ കഷ്ണം പട്ടയുടെ പീസ് ഇട്ട്, വലുതാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 ഇട്ടാൽ മതി, ഒരു 4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഫെനൽ സീഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. 2.5 ടീസ്പൂണാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് നന്നായി ചൂടായതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഞാനപ്പോൾ ഇട്ട് കൊടുത്ത വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പാനിൽ നിന്ന് വലിയ മുളകാകുമ്പോൾ പുറത്തേക്ക് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ പാനിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ വേറൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിക്കാം, സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, അതായത് ക്യുമിൻ സീഡ് കേട്ടോ. ആ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം ടൈപ്പിലുള്ള 4 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ സവോള ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണേ. സവോള ഒരു ജസ്റ്റ് ബ്രൗൺ കളറിലേക്ക് മാറില്ലേ, അതുവരയ്ക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പം നമ്മളെ സവോള ഇവിടെ ഒരു ബ്രൗൺ കളറിലേക്ക് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ കൂടെയും കൂടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളപ്പോൾ ആ തക്കാളിയും കൂടി ചേർത്ത് ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം നോർമൽ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളൊക്കെ തന്നെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മളുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്, വരണ്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിൽ വേണം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ, ഇതിൻ്റെ ഗ്യാസ് സ്റ്റവ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് മസാല എല്ലാം കൂടെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ചേർത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നോർമൽ വാട്ടറാണ്, അല്ലാണ്ട് ചൂടുവെള്ളമൊന്നുമല്ല. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, 1 കപ്പ് തന്നെ ചേർത്താൽ മതിയാവും. അപ്പോൾ അതിൽ ഇങ്ങനെ ഇത് നമ്മൾ റോസ്റ്റ് ആയിട്ടല്ലേ എടുക്കുന്നത്, അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഈ കറിയിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ആ സമയത്ത് നമ്മൾ ഇതൊന്ന് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ലെവലിലേക്ക് വെക്കാം കേട്ടോ, എന്നിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം 20 മിനിറ്റ്സോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ 3-4 തവണ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഇതിൽ ഉപ്പും എല്ലാം കറക്റ്റാണോ എന്നുള്ളത് കേട്ടോ. ഞാനപ്പോൾ ജസ്റ്റ് നോക്കിയിരുന്നു, അപ്പോൾ എനിക്കിനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഈ ഉപ്പും പുളിയും എല്ലാം കൂടി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പിഞ്ച് മതിയേ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും ഇത് റോസ്റ്റാക്കി എടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടിയും വെക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇറക്കുകയാണെങ്കിൽ കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ പൊറോട്ട ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇറക്കുന്നതെങ്കിൽ. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഇറക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മല്ലിയിലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ റോസ്റ്റഡ് ചിക്കൻ്റെ പണി കേട്ടോ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.